ഡൽഹിയിൽ കോക്രോച്ച് പാർട്ടിയുടെ അക്രമങ്ങളും അതിക്രമങ്ങളും തകൃതിയായി നടക്കുന്നു. ഇന്ത്യൻ പാർലമെന്റ് സമ്മേളനത്തിന്റെ മൺസൂൺ സമ്മേളനം തുടങ്ങിയതിനാൽ കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കാൻ കിട്ടിയ അവസരം കോൺഗ്രസ് തുടങ്ങി എല്ലാ പ്രതിപക്ഷ പാർട്ടികളും നന്നായി മുതലെടുക്കുന്നുണ്ട്. അതൊക്കെ അവിടെ നടക്കട്ടെ. ജനാധിപത്യത്തിൽ സമരങ്ങളും അല്പസ്വല്പ അക്രമങ്ങളും ഒക്കെ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു സംഭവം ഇന്നലെ ഉണ്ടായി. സാധാരണ സോഷ്യൽ മീഡിയയിൽ ഇത്തരം സംഭവങ്ങൾ പ്രചരിക്കാറുണ്ട്. പക്ഷേ കാര്യമായി ഇതിനെക്കുറിച്ച് ആരും പറഞ്ഞു കേട്ടില്ല. നിങ്ങൾ ഒരു ഗുർപത്വന്ത് സിംഗ് പന്നൂൻ എന്ന ഒരു ഖലിസ്ഥാനി സിഖ് പേരിനെ കുറിച്ച് കേട്ടിരിക്കുമല്ലോ. അയാൾ അമേരിക്കയിൽ താമസിച്ചുകൊണ്ട് ഇന്ത്യക്കെതിരെ പല പ്രാവശ്യം വാളെടുത്തിട്ടുള്ളവനാണ്. അമേരിക്കയിലാണ് താമസമെങ്കിലും കനേഡിയൻ പൗരത്വവും ഇയാൾക്കുണ്ട് എന്ന് ഇയാൾ അവകാശപ്പെടുന്നു. ഇയാൾക്കെതിരായിട്ട് 22-ലധികം കേസുകളാണ് പഞ്ചാബിൽ മാത്രമായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 2022 ഇയാളെ ഒരു ടെററിസ്റ്റായിട്ട് ഇന്ത്യ ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. സിഖ് ഫോർ ജസ്റ്റിസ് എന്ന സംഘടനയുടെ നേതാവാണ് എന്നാണ് ഇദ്ദേഹം അവകാശപ്പെടുന്നത്. അമേരിക്കൻ ചാരസംഘടനയായ CIA-യുമായും ഇദ്ദേഹത്തിന് അടുത്ത ബന്ധമുണ്ടെന്ന് പല സംഭവങ്ങളും സൂചിപ്പിക്കുന്നു. 2023 ഇയാളെ വധിക്കാൻ ഒരു ശ്രമം നടന്നു. ആ സമയത്ത് അമേരിക്ക ഇന്ത്യൻ ഗവൺമെന്റിനെ പഴിചാരാൻ ഒരു ശ്രമവും നടത്തിയിരുന്നു. ട്രംപിന്റെ ഇലക്ഷൻ പ്രചാരണ വേദികളിൽ ഇദ്ദേഹത്തെ കണ്ടതായി റിപ്പോർട്ടുകളുണ്ട്. ഇന്ത്യ മഹാരാജ്യത്തെ വെട്ടിമുറിച്ച് പല കഷ്ണങ്ങളാക്കാൻ 10 കോടി രൂപ മുടക്കാൻ തയ്യാറാണ് എന്ന് ഒരു വീഡിയോ കോൺഫറൻസിൽ മുമ്പ് ഇദ്ദേഹം പറയുകയുണ്ടായി. ഇന്നലെ ഇയാൾ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതാക്കളുമായി വീഡിയോ കോൺഫറൻസിൽ സംസാരിച്ചിരുന്നു. അയാൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയം എന്തെന്നാൽ ഡൽഹി ഭരണത്തെയും മോഡിയെയും തകർക്കണം എന്നുള്ളതാണ്. അതുമാത്രം പോരാ, ഒരു ശാശ്വത പരിഹാരം എന്നുള്ള നിലയിൽ ഇന്ത്യയെ പല കഷ്ണങ്ങളായിട്ട് വെട്ടിമുറിക്കണം എന്നാണ് ഇയാൾ പ്രഖ്യാപിക്കുന്നത്. കോക്രോച്ച് പാർട്ടി എന്ന പേരിൽ ഡൽഹിയിൽ അരങ്ങേറുന്ന നാടകത്തിൻ്റെ തിരക്കഥയും സാമ്പത്തിക സ്രോതസ്സും ഒക്കെ ഏതാണ്ട് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു. ഒരു വശത്ത് CIA-യുടെ ഫണ്ടിങ്ങും മറുവശത്ത് ചൈനയുടെ സപ്പോർട്ടും കിട്ടുന്നു എന്ന കാര്യം ഏതാണ്ട് വ്യക്തമായി. പക്ഷേ തൽക്കാലം കോക്രോച്ച് പാർട്ടി അവിടെ നിൽക്കട്ടെ. ഇത് കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ചാണ്. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല എന്നും കിട്ടിയാൽ തന്നെ അത് 16 രാജ്യങ്ങളായി വിഭജിക്കണം എന്നുമായിരുന്നു അന്ന് അവർ പറഞ്ഞിരുന്നത്. മാർച്ച് 2023 എറണാകുളത്ത് വെച്ച് ഒരു യോഗം നടത്തിയിരുന്നു. കട്ടിംഗ് സൗത്ത് 2023 എന്നായിരുന്നു ഈ യോഗത്തിൻ്റെ പേര്. സംഘടിപ്പിച്ചത് കേരളത്തിലെ CPM ആയി ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറേ പത്രപ്രവർത്തകരും, കേരള മീഡിയ അക്കാദമി, ന്യൂസ് ലോണ്ടറി, ന്യൂസ് മിനിറ്റ് തുടങ്ങിയ ഇടതുപക്ഷ പത്രപ്രവർത്തക സംഘമാണ് ഈ 2 ദിവസത്തെ കോൺഫറൻസ് സംഘടിപ്പിച്ചത്. ഇത് ഉദ്ഘാടനം ചെയ്തത് അന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ പിണറായി വിജയൻ. കാനഡയിലുള്ള ഒരു ഓർഗനൈസേഷനാണ് ഈ കോൺഫറൻസിനുള്ള ഫണ്ടിങ് നൽകിയത്. അതുമായി ബന്ധപ്പെട്ട് NIA-യുടെയും ED-യുടെയും അന്വേഷണവും നടന്നിരുന്നു. കേരളം, കർണാടകം, തമിഴ്നാട്, ആന്ധ്ര, തെലുങ്കാന, പോണ്ടിച്ചേരി എന്നീ പ്രദേശങ്ങളെ ഒരുമിപ്പിച്ചുകൊണ്ട് സൗത്ത് കേന്ദ്രമായി ഇന്ത്യയെ 2ആയി മുറിക്കണം എന്ന ആവശ്യം ഈ കോൺഫറൻസ് മുന്നോട്ട് വച്ചു എന്ന വാർത്തകൾ ഉണ്ടായിരുന്നു. അമേരിക്കയിലെ ജോർജ് സോറോസ് എന്ന ബിസിനസ്സുകാരൻ അതിനുള്ള ധനസഹായം കൊടുക്കാം എന്ന് ഉറപ്പ് കൊടുത്തതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ കർമ്മഫലം എന്ന് പറയട്ടെ, ഇന്ത്യക്ക് ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല. എന്ന് മാത്രമല്ല, ഭാരതം പുതിയ മാർഗങ്ങൾ തേടി പുതിയ വികസന പദ്ധതികൾ രൂപീകരിച്ച് അതിൻ്റെ യാത്ര തുടരുന്നു. പക്ഷേ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഇന്ന് ഒരു പരുവത്തിൽ എത്തി നിൽക്കുകയാണ്. ഇത് ഇവിടെ പറയാൻ ഒരു കാരണമുണ്ട്. CPM-ന്റെ അഖിലേന്ത്യാ സെക്രട്ടറി ശ്രീ MA ബേബി ചില വിദ്യാർത്ഥി നേതാക്കളോടൊപ്പം ഡൽഹിയിലെ ചൈനീസ് എംബസിയിൽ പോയിരുന്നു. അവർ ചില സമ്മാനങ്ങൾ എംബസിയിൽ നിന്ന് സ്വീകരിക്കുന്ന ചിത്രങ്ങളും നമ്മൾ കണ്ടിരുന്നു. ഇവരിൽ ചില വിദ്യാർത്ഥി നേതാക്കളുമായി MA ബേബി കോക്രോച്ച് പാർട്ടിയുടെ നേതാക്കളോടൊപ്പം ജന്തർ മന്ദറിലും കണ്ടിരുന്നു. ഇത് തീർച്ചയായും നമ്മൾ മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒരു വസ്തുതയാണ്. അതായത് എന്തായിരിക്കും ബേബിയുടെ ദൗത്യം? 2 വാർത്തകളും പല മാധ്യമങ്ങളെ റിപ്പോർട്ട് ചെയ്തതിനാൽ ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. ഇന്ത്യയെ തകർക്കാൻ കച്ചകെട്ടി ഇറങ്ങിയ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച് അല്പം ചിലത് പറയാതെ പോകാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത്. ഇപ്പോൾ പറയാൻ ആഗ്രഹിച്ച കാര്യം കേരളത്തിലെ CPM എന്ന രാഷ്ട്രീയ പാർട്ടിയിലെ ഇന്നത്തെ പടലപ്പിണക്കങ്ങളെക്കുറിച്ചാണ്. പാർട്ടിയിലെ തെക്കൻ ലോബിയും വടക്കൻ ലോബിയായ കണ്ണൂർ ലോബിയും തമ്മിൽ ഉണ്ടെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന പ്രശ്നങ്ങളെ വിലയിരുത്താനാണ് ശ്രമിക്കുന്നത്. കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ പല പ്രാവശ്യം
അഖിലേന്ത്യാ പ്രസിഡന്റ് ശ്രീമാൻ MA ബേബി മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന് അനുകൂലമല്ലാത്ത പല അഭിപ്രായ പ്രകടനങ്ങളും നടത്തിയിരുന്നു. കൂടാതെ കണ്ണൂരിലെ അടക്കം ചില പാർട്ടി പ്രവർത്തകരും പാർട്ടി പ്രമുഖരും സംസാരിക്കുന്നത് നമ്മൾ കണ്ടു. കേരളത്തിലെ CPM ഉണ്ടെന്ന് പറയപ്പെടുന്ന ഒരു നോർത്ത് സൗത്ത് ഡിവൈഡ് മറ നീക്കി പുറത്തു വരാൻ തുടങ്ങി എന്ന് മാധ്യമങ്ങൾ തന്നെ സമ്മതിക്കുന്നു. ഇക്കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിലെ ദയനീയ പരാജയത്തിന് ശേഷമാണ് ഇങ്ങനൊരു വാർത്തയ്ക്ക് പ്രാധാന്യം കിട്ടി തുടങ്ങിയത്. ഒരു കാലത്ത് രാജാവായി വിലസിയിരുന്ന ശ്രീ പിണറായി വിജയന് നേരെ ഒളിഞ്ഞും തെളിഞ്ഞും ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പ്രധാനമായും തെക്കൻ ലോബിയിൽ നിന്ന്. തെക്കൻ ലോബിയെ സംബന്ധിച്ചിടത്തോളം ശ്രീ പിണറായി വിജയന്റെ മരുമകനായ ശ്രീയാസിനെ അവരുടെ ലീഡറായി കാണാൻ അവർ ആഗ്രഹിക്കുന്നില്ല. 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിളർപ്പിന് ശേഷം CPM ഒരു വിഭജന ഭീതി ഉണ്ടായിട്ടേയില്ല. എതിരഭിപ്രായം പറഞ്ഞ MV രാഘവനെയും ഗൗരിയമ്മയെയും VS അച്യുതാനന്ദനെയും ഒക്കെ പുഷ്പം പോലെ എടുത്ത് കളഞ്ഞും ഒതുക്കിയും പാർട്ടിയെ സ്വന്തം കക്ഷത്തിൽ വയ്ക്കാൻ പിണറായിക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ന് കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന അവസ്ഥയിലാണ്. നിയമസഭയിൽ വെച്ച് മുൻ ധനമന്ത്രിയായിരുന്ന ശ്രീ ബാലഗോപാൽ ശ്രീ പിണറായി വിജയനോട് രൂക്ഷമായി സംസാരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 3 കാര്യങ്ങളാണ്. ഒന്നാമത്തേത് ഇന്ത്യ വിരുദ്ധത. ഭാരതത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായ അന്നു മുതൽ അവർ പിന്തുടർന്നു വന്ന ഒരു ആശയമായിരുന്നു ഇന്ത്യ വിരുദ്ധത. കഴിഞ്ഞ കാലങ്ങളിലുള്ള എല്ലാ പാർട്ടി സെക്രട്ടറിമാരും അതേ ലൈൻ തന്നെയാണ് പിന്തുടർന്നു വന്നിട്ടുള്ളത്. അതിൽ അവസാനത്തേത് ബേബി എന്ന് മാത്രം. ഇതിനായി അവർ ഏത് ഇന്ത്യ വിരുദ്ധ ശക്തികളുമായും ചങ്ങാത്തം കൂടും. കൂടാതെ ഇന്ത്യയിലെ യുവാക്കളെ വഴിതെറ്റിക്കാൻ ഇന്ത്യയുടെ ചരിത്രം തന്നെ അവർ മാറ്റി എഴുതി. ഐഡന്റിറ്റി സ്വത്വം നഷ്ടപ്പെട്ട ഒരു ജനതയെ അടിമകളാക്കി മാറ്റാൻ എത്ര എളുപ്പമാണ്. അതിന് അവർക്ക് കേരളത്തിൽ നല്ലൊരു ചങ്ങാതി കിട്ടുകയും ചെയ്തു, റാഡിക്കൽ ഇസ്ലാമിസ്റ്റുകൾ. ഇനി നമുക്ക് രണ്ടാമത്തെ പോയിന്റിലേക്ക് നോക്കാം. ലോകത്തിൽ ഒരിടത്തും പച്ചപിടിക്കാതെ പോയ ഒരു തത്വശാസ്ത്രം ഇവിടെയും പരീക്ഷ നോക്കി പരാജയപ്പെട്ടു. അതും വളരെ ദയനീയമായി. അവർ ഭരിച്ച 3 സ്റ്റേറ്റുകളുടെയും കുറേയേറെ പിന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് കഴിഞ്ഞു എന്ന യാഥാർത്ഥ്യം വിസ്മരിക്കരുത്. മൂന്നാമത്തെ പോയിന്റ്, കട്ടിംഗ് സൗത്തിലൂടെ രാജ്യത്തെ വിഭജിക്കാൻ ഇറങ്ങിത്തിരിച്ച ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ന് ആകെ കൂടി നിലനിൽക്കുന്നത് ഈ കൊച്ചു കേരളത്തിൽ മാത്രമാണ്. അവിടെ തന്നെ പാർട്ടിക്കുള്ളിൽ ഒരു കട്ടിംഗ് സൗത്തിനെ നേരിടേണ്ടി വരുന്ന ഗതികേടിലാണ് ഇന്ന് മാർക്സിസ്റ്റ് പാർട്ടി എത്തിപ്പെട്ടിരിക്കുന്നത്.